മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കനമേകും മണ്ണാണ് മണ്ണ്. ഹൈറേഞ്ചിന്റെ നന്മയ്ക്കായി മണ്ണിനെയും മനുഷ്യനെയും വിഷലിപ്തമായ അന്തരീക്ഷത്തിൽ നിന്നും മോചിപ്പിക്കാൻ 1989 കുമളിയിൽ സ്ഥാപിതമായതാണ് പീരുമേട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്ക് കേന്ദ്രീകരിച്ച് 1989 രൂപീകരിച്ച സ്ഥാപനമാണ് പീരുമേട് മാർക്കറ്റിംഗ് സൊസൈറ്റി. ഈ സ്ഥാപനം രൂപീകരിക്കുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള ജൈവ ജീവാണു വളങ്ങൾ കൃഷിക്കാർക്ക് നൽകും. അതോടൊപ്പം തന്നെ കൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുന്ന കുരുമുളക്, ഏലയ്ക്ക അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും മിതമായ നിരക്കിലും ഏറ്റവും ഗുണമേന്മയുടെ നിരക്കിലും പൊതുസമൂഹത്തിന് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പീരുമേട് മാർക്കറ്റിംഗ് സൊസൈറ്റി ആരംഭിച്ചത്. ഇത് ഇന്ന് പീരുമേടിലും കേരളത്തിൻ്റെ വിവിധ മേഖലകളിലും പടർന്നു പന്തലിച്ച് വലിയൊരു സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പീരുമേട് മാർക്കറ്റിംഗ് സൊസൈറ്റി ഈ സ്ഥാപനം തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിലും ഇടുക്കിയിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ കുറച്ച് ആരോഗ്യമുള്ളൊരു കൃഷിയും ആരോഗ്യമുള്ളൊരു മണ്ണും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റി സ്വന്തമായി ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അതിലൂടെ ജൈവ ജീവാണു വളങ്ങൾ ഈ നാട്ടിലെ കൃഷിക്കാരെത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന സഹകരണ മേഖലയിലെ കേരളത്തിലെ തന്നെ ഏക സ്ഥാപനമാണ് പീരുമേട് മാർക്കറ്റിംഗ് സൊസൈറ്റി. ബയോ അഗ്രിടെക് ലാബ് ആൻഡ് റിസർച്ച് സെൻറ്റർ 2004 ബയോ കൺട്രോൾ ലാബ് പ്രവർത്തനം തുടങ്ങുന്നത്. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ പി ശിവപ്രസാദിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ലാബിൽ സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ തുടങ്ങിയ 10ലധികം ജൈവജീവാണു വളങ്ങളും കീടക്കുമിൾനാശിനികളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പീരുമേട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ ബയോ കൺട്രോൾ ലാബ് 2005 വലിയ കണ്ടത്ത് പ്രവർത്തനം ആരംഭിക്കുകയും ഇതിൻ്റെ പ്രോഡക്ട്സുകളെല്ലാം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് വരികയായിരുന്നു. അതിൽ കുറച്ച് പരിമിതികളുണ്ടായിരുന്നതുകൊണ്ട് 2021 SHMൻ്റെ ധനസഹായത്തോടുകൂടി ഈ ഇവിടെ ഹെഡ് ഓഫീസിനോടനുബന്ധിച്ച് PMCS ബയോ അഗ്രിടെക് ലാബ് ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥാപിച്ച് പ്രവർത്തനം നടന്നു വരുന്നു. ഞാൻ ഈ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഒരു ഗുണഭോക്താവാണ്. ഗുണഭോക്താവെന്ന് പറഞ്ഞാൽ അവർ ഈ ജൈവകൃഷി പ്രോത്സാഹനാർത്ഥം ജൈവകൃഷി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന വേപ്പൻ പിണ്ണാക്ക്, ജൈവകൃഷിക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും അവർ വളരെ സപ്പോർട്ട് നമ്മുടെ കൃഷിക്ക് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ആ ഒരു സപ്പോർട്ട് ഉപയോഗിച്ചാണ് ഞാൻ ഈ തോട്ടം ഈ രീതിയിൽ സംരക്ഷിക്കുന്നത്. അതിപ്പം ഇവിടെ വരുന്നവർക്കത് മനസ്സിലാക്കാൻ പറ്റും, കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും.
അവരെ സംബന്ധിച്ച് അവർക്ക് ലാബുണ്ട്, സയൻറ്റിസ്റ്റ് ഉണ്ട്, ബയോളജിസ്റ്റ് ഉണ്ട്. അവർ വന്ന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ തരികയും നമുക്ക് വേണ്ടുന്ന പിന്നെ ഓരോ സമയത്ത് ഉപയോഗിക്കേണ്ട ആ ജൈവ മരുന്നുകൾ, ഇപ്പോൾ സുഡോമോണോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് മെത്തലോ ബാക്ടീരിയയും സുഡോമോണോസും ബാസിലോ സബ്സ്റ്റൻസ് എന്ന് പറയുന്നതും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് മണ്ണിൻ്റെ ജൈവാംശം നിലനിർത്താൻ പറ്റും. ജൈവാംശം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഉണക്കിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ജൈവ രീതിയിലുള്ള ഭാഗികമായിട്ടുള്ള ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏലം മേഖലയിൽ. പീരുമേട് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ബവേരിയ, പെറ്റസീലിയം, സൂഡോമോണസ്, ട്രൈക്കോഡ്രോണസ്, അങ്ങനെയുള്ള പാസ്ലോമൈസസ്, മൈക്കോറൈസ തുടങ്ങിയ ഒട്ടുമിക്ക കുമിൾനാശിനികളും ബയോ കുമിൾനാശിനികളും അതിനും ജൈവ കീടനാശിനികളും മേടിച്ച് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഞാനൊരു 6 പ്രാവശ്യത്തിനൊക്കെയോ 6 അല്ലെങ്കിൽ 7 പ്രാവശ്യമാണ് ഏലത്തിന് വിഷമടിക്കുന്നത്. അതുപോലെ തന്നെ ചൊറിപ്പേന്, അതുപോലെ തന്നെ മറ്റ് പരാതജീവികൾക്കുള്ള വിഷമൊന്നും ഞാൻ അങ്ങനെ അടിക്കാറില്ല. അമിതമായ കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പം പ്രകൃതിയിലുള്ള പിന്നെ ഉള്ള ഈ ജൈവാംശം നഷ്ടപ്പെടുകയും അത് നമ്മുടെ കൃഷിയെ ബാധിക്കുകയും ചെയ്യും. ഉണക്ക് കൂടുതലായിട്ട് ഏൽക്കാനായിട്ട് ഇടയാകും. പീരുമേട് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്. സൂഡോമോണസ്, ട്രൈക്കോഡർമ, കുമിൾനാശിനികൾ എല്ലാം ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതിന് വേപ്പമണ്ണാക്ക്, സഫാരി ഇതെല്ലാം ഞാൻ കഴിഞ്ഞ തവണ ഉപയോഗിച്ചിരുന്നതാണ്. അതിൽ എനിക്ക് വളരെ മികച്ചതായിട്ട് തോന്നിയത് ബയോകോംബോയാണ്. ബയോകോംബോ ഞാൻ കഴിഞ്ഞ തവണ 2 പ്രാവശ്യം ഉപയോഗിച്ചതാണ്. 2 തവണ നല്ല റിസൾട്ടായിരുന്നു. കായ്കൾക്ക് നല്ല ബോൾട്ടും നല്ല രോഗപ്രതിരോധ ശേഷി, തട്ടയ്ക്ക് നല്ല പച്ച നിറം, അതിലുപരി കായന് കീടങ്ങളിൽ നിന്ന് ഇച്ചിരി രക്ഷ നേടാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഭൂമിയെ ജൈവ രീതിയിൽ എല്ലാവരും സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ സ്വാഭാവികമായിട്ടുള്ള ജീവിതക്രമം തന്നെ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ മറ്റു തോട്ടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളിലെ വിഷം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനോടൊപ്പം
ഏലക്ക ഉണക്കി വളരെ വൃത്തിയാക്കി കൊടുക്കുന്ന ആധുനിക സംവിധാനവും ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, ജാതിക്ക, ജാതിപത്രി ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രേഡ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ ഷോപ്പുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 3 ഷോപ്പുകളും ഓൺലൈൻ മാർക്കറ്റിംഗുമാണ് ഉള്ളത്. പീരുമേട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷക്കാലമായി. അണക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ചക്കുവള്ളം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചക്കുവള്ളം, വണ്ടൻമേട്, കട്ടപ്പന തുടങ്ങിയ പ്രദേശങ്ങളിലെ കൃഷിക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ തുടങ്ങിയ ഈ സ്ഥാപനം കൃഷിക്കാർക്ക് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു സ്ഥാപനമായി വളർന്നു വന്നിട്ടുണ്ട്. നമ്മളുടെ ഈ പ്രദേശത്ത് ഈ സ്ഥാപനം എത്തുന്നതിന് മുമ്പ് കൃഷി മേഖലയിൽ ഉണ്ടായിരുന്ന ചൂഷണം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗുണമേന്മ ഉള്ള കൃഷി മരുന്നുകളും അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വേപ്പിൻ പിണ്ണാക്ക്, അതോടൊപ്പം സഫാരി ജൈവവളം, അതോടൊപ്പം ജൈവ ജീവാണുവളങ്ങൾ, ജൈവ കുമിൾ കീടനാശിനികൾ എന്നിവ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിച്ച് കൃഷിക്കാരിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം എല്ലാ വർഷവും നമ്മൾ കൃഷിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. 1989 മുതൽ 35 വർഷക്കാലമായിട്ട് പീരുമേട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. കർഷകർക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ 480ഓളം കർഷകരായിട്ട് അംഗങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും പരാതികൾ പരിഗണിക്കുന്നതിനും ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്കിടയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് പീരുമേട് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ വളർച്ചയുടെ പിന്നിലെ പ്രധാന രഹസ്യം. അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് ജൈവവളങ്ങളുടെ ലഭ്യതയിലുള്ള കുറവും അതുപോലെ ഗുണമേന്മയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ചിട്ട് സംഘം 2002 ഒരു വേപ്പും പിണ്ണാക്ക് ഫാക്ടറി സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നം ജൈവവളങ്ങൾ, കൂട്ടുവളങ്ങൾ എന്നിവ നിർമ്മിച്ച് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ബയോ കൺട്രോൾ ലാബ് 2004 ആരംഭിക്കുകയും ജൈവ ജീവാണു വളങ്ങൾ കേരള കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കി അവർക്ക് മിതമായ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർഷിക ഉപകരണങ്ങളുടെ വിൽപ്പനയും സർവീസും ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തി കൊടുക്കുന്നുണ്ട്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ അമിത കീടനാശിനിയുടെ ഉപയോഗവും അതുപോലെ രാസവളങ്ങളുടെ ഉപയോഗവും മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അത് പരിഹരിക്കുന്നതിന് കഴിയുന്നതിന് വേണ്ടി ഒരു ഡീറ്റോക്സിഫിക്കേഷൻ സെൻറ്റർ BB സയൻറ്റിഫിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി അത്യാധുനിക ടെക്നോളജി പ്രയോജനപ്പെടുത്തി ഒരു ഡീറ്റോക്സിഫിക്കേഷൻ സെൻറ്റർ ആരംഭിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരികയാണ്. ஸ்பைசஸ் எல்லாம் நாங்கள் ஃபாஸ்ட் 20 இயர்ஸாக வாங்கிட்டு சார். நான் 20 இல்லை 40 இயர்ஸ். நாங்கள் வந்து அப்பா காலத்தில் இருந்தே காஞ்சிபுரம் வரலாம். காஞ்சிபுரம் தான் எங்கள் நேச்சர். இது ரெகுலர் இயர்லி வாங்கிட்டு இருக்கிறோம். குவாலிட்டி, ஜென்யூன் குவாலிட்டி. ஸோ இது மிளகுலாம் நல்லா இருக்கும். ஆமாம், எல்லாம் கிடையாது, ட்ரேக்லாம் வராது. நல்லா லைஃப் இது வரைக்கும் நாங்கள் சொல்லி எங்கள் ஃப்ரெண்ட்ஸும் நிறைய பேர் இங்கேருந்து வாங்கியிருக்காங்க. நிறைய கஸ்டமர்ஸ், எங்களால் நிறைய கஸ்டமர்ஸும் இங்கே உண்டு. இங்கே தவிர வேறு எங்கேயும் വാങ്ങ മാട്ടാങ്ക വരണവங்க കൂടെ. കുമളി ആസ്ഥാനമാക്കി പ്രവർത്തിച്ച് വരുന്ന 1989 രജിസ്റ്റർ ചെയ്ത സഹകരണ നിയമപ്രകാരം പ്രവർത്തിച്ചു വരുന്ന ഒരു സഹകരണ സംഘമാണ് പീരുമേട് മാർക്കറ്റിംഗ് സഹകരണ സംഘം. ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൃഷിക്കാരിൽ നിന്നും അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളായ ഏലം, കുരുമുളക്, ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കളക്ട് ചെയ്ത് നമ്മുടെ ഗോഡൗൺ വഴി ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ സ്പൈസസ് ഔട്ട്ലെറ്റ് വഴി വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന വിപുലീകരണത്തിൻ്റെ ഭാഗമായി കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് 2001 ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രീതിയിൽ
2001 ഒരു വേപ്പിൻ പിണ്ണാക്ക് ഫാക്ടറി ആരംഭിക്കുകയും അതുപോലെ തന്നെ 2005 നമ്മുടെ ഒരു ബയോ കൺട്രോൾ യൂണിറ്റ് ആരംഭിച്ച് കൃഷിക്കാർക്ക് ആവശ്യമായ ബയോ കൺട്രോൾ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നു. ഇത് കൂടാതെ നമ്മൾ ശബരിമല സീസണിൽ വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് അവർക്ക് നല്ല ഗുണനിലവാരമുള്ള സ്പൈസസ് ഉൽപ്പന്നങ്ങളും നമ്മൾ വിതരണം ചെയ്തു വരുന്നു. വേപ്പിൻ പിണ്ണാക്ക് ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഗുണമേന്മയുള്ള വേപ്പിൻ കുരു മാത്രം വാങ്ങി അരച്ച് എണ്ണ എടുക്കാതെ കലർപ്പില്ലാത്ത വേപ്പിൻ പിണ്ണാക്ക് സംഘം 23 വർഷമായി വിപണിയിലെത്തിക്കുന്നു. മിതമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള ജൈവവളം ലഭിക്കും എന്ന കർഷകരുടെ വിശ്വാസമാണ് സംഘത്തിൻ്റെ പരസ്യം. വേപ്പിൻ പൗഡർ വിവിധ പിണ്ണാക്കുകൾ ചേർത്ത് തയ്യാറാക്കുന്ന സഫാരി, സമൃദ്ധി, ബയോറിച്ച് തുടങ്ങി ജൈവ കൂട്ടുവളങ്ങളും സംഘം ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നുണ്ട്.